Welcome to Food School YouTube series, Ramadan series by Team Zubinology, powered by The Mashoot Chai The Mashoot. അപ്പോൾ ഇന്ന് വളരെ നല്ലൊരു റെസിപ്പിയാണ്. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ സജസ്റ്റ് ചെയ്ത് എൻ്റെ ഏട്ടനെ സ്വന്തമായിട്ട് തന്നെയാണ് ഹാഷിർ. കുറേ പ്രാവശ്യം മോന് നോമ്പ് തുറക്കുമ്പോൾ ചോദിക്കും, എല്ലാവരും നിങ്ങൾ കുറേ റെസിപ്പി ഉണ്ടാക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ഇതുവരെ നമ്മുടെ വളരെ വേണ്ടപ്പെട്ടൊരു റെസിപ്പി സുഗിയൻ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടല്ലോ. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഓഫ് ദി ഡേ ആണ് സുഗിയൻ അല്ലമ്മ? ഞാൻ പലയിടത്തും കഴിച്ചിന്, പക്ഷെ നമ്മൾ ആ ഒരു ടേസ്റ്റ് ഞാൻ എറണാകുളത്ത് കഴിച്ചിന്, തിരുവനന്തപുരത്ത് കഴിച്ചിന്, കൊല്ലം, കായംകുളം. എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തും കഫേത്തിന് വന്ന സമയത്തും പുറത്തുള്ളത് പിന്നെ വ്യത്യാസമുണ്ട് ടേസ്റ്റ്. നമ്മുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഭയങ്കര ബോംബ് പോലെ ഒന്നല്ല, ഒരു മീഡിയം സൈസും ആണ്. ഉള്ളിൽ നല്ല ഒരു ജാഗറിയുടെ ഫ്ലേവറും മാഷാ അല്ലാഹ്. അത് കഴിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റൂ, അല്ലാണ്ട് എനിക്ക് വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റൂല. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഓഫ് ദി ഡേ സുഗിയൻ. എല്ലാവരും ഡു സപ്പോർട്ടേഴ്സ്, ലൈക്ക് ആ വീഡിയോ, ഷെയർ, സബ്സ്ക്രൈബ്, ഷെയർ ആ വീഡിയോ, സപ്പോർട്ട് ചെയ്യുക. ഈ ഉമ്മാന്റെ റെസിപ്പീസ് നിങ്ങൾ വൈറലാക്കി തരുക. താങ്ക് യു. അപ്പം ഇതാണ് ചെറുപയർ. ഇതിന് മൂങ് എന്ന് പറയും, ഗ്രീൻ മൂങ് അല്ല ഉമ്മ, പച്ച മൂങ്. അപ്പം പിന്നെ ശർക്കര നമുക്കിവിടെ കാണാം. ഇത് ജാഗരി 200 ഗ്രാമിൽ ഉമ്മ അതിന്റെ ക്ലാരിഫൈ ചെയ്താണ്, എന്ന് വെച്ചാൽ ബോയിൽ ചെയ്താണ്, അരിച്ചെടുക്കണം. എന്നിട്ട് കഷ്ണങ്ങളൊന്നും ഉണ്ടാകരുത്. കോക്കോനറ്റ്, ഇത് കാർഡമൺ, ഗീ ഉണ്ട്, ഗീമ. അപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ റെസിപ്പി താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫോളോ ചെയ്യുക. ഈ ഒരു പാനാണ് ഉമ്മ എടുത്തിരിക്കുന്നത്. ഇളം തീയാ, തീ എത്രയാലും കുഴപ്പമില്ല. ഓക്കെ, ഡ്രൈ ആവണം. ഓക്കെ, എന്തായാലും നമ്മൾ തുടങ്ങുന്നു. ഫസ്റ്റ് തന്നെ ഉമ്മ തുടങ്ങുന്നത് ജാഗറിയിൽ തന്നെയാണ്. ഉമ്മ ജാഗറിന്റെ മലയാളം എന്തേനു? ശർക്കര. എന്നോട് മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു ഉമ്മ. തേങ്ങ, പിഞ്ചുപ്പ്, ഏലക്ക, ഗീ. എത്രയമ്മ? 1.5 ടേബിൾ സ്പൂൺ. ഗീ എന്ന് വെച്ചാല് ഒരു ടേസ്റ്റ് ബസ്റ്റർ തന്നെയാണ്. ഗീ ഉണ്ടെങ്കിൽ തന്നെ പകുതി ടേസ്റ്റ് ആയി. അപ്പൊ നമ്മളെ സുഗിയൻ എത്ര റിച്ച് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. പതുക്കെ ഇനി ആ ചെറുപയർ, ഇത് ഓൾറെഡി ഉമ്മ 5 വിസിലിൽ കുക്ക് ചെയ്ത് വെച്ച ചെറുപയറാണ്. അതിന്റെ കൂടെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് 5 വിസിലല്ല ഉമ്മ അത് ചെയ്ത ചെറുപയറ്. 5 വിസിൽ വന്നിട്ടുണ്ട്, ചിലത് വേവൂല. നോക്കിയിട്ട് വെന്തിട്ടില്ലേ ഇനിയും വെച്ചാൽ മതി. ഇതിന്റെ എക്സാക്ട് അളവ് ഞാൻ വീണ്ടും പറയുന്നു, ഓർമ്മപ്പെടുത്തുന്നു. ഡിസ്ക്രിപ്ഷനിലെല്ലാം ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് ഇതിന്റെ അളവ് എടുത്താൽ മതി. എന്തൊക്കെ ഇടണ്ടേന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എത്ര നേരം ഇപ്പൊ ഇങ്ങനെ ആക്കണമോ? നല്ല എല്ലാം പിടിച്ച് നമുക്ക് ഇങ്ങനെ ബോൾ പോലെ ആക്കണല്ലോ. ആ പരുവം അത് ഏകദേശം എത്ര സമയം എടുക്കാറുണ്ട് പൊതുവെ? 20-25 മിനിറ്റ് വേണ്ടി വരും. 20-25 മിനിറ്റ് ഇങ്ങനെ നമ്മള് ചെറിയ തീയിൽ അതിങ്ങനെ അതിന്റെ മസാല പിടിച്ച്. തീ അധികം ഓവറാക്കരുത്. ചെറിയ തീയില് പതുക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണം അല്ലേ? അടിച്ചോണ്ടിരിക്കണം എന്നറിയാം, അടിച്ചോണ്ടിരിക്കണം. പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചും കുത്താം. അത് ആൾക്കാരുടെ
സൗകര്യം പോലെ, അവരവരുടെ സൗകര്യം പോലെ അല്ലേ അമ്മ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉരുണ്ടയാക്കി നമ്മൾ ഫ്രൈ ചെയ്യുന്നു. ഇത്രയും എളുപ്പത്തിൽ നമ്മളൊരു സുഗീനും ഉണ്ടാക്കി. വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിൽ സുഗീൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഒരു തംസപ്പ് അടിയുമ്പോൾ ഒരു ലൈക്ക് അടി. ലൈക്ക് തംസപ്പ് അറിയില്ല? മതി, തംസപ്പ് മതി. വെരി ഗുഡ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ഓൾ ആർ വീഡിയോസ്. മൈദയില് ലേശ ഏലക്കായ ഇടുന്നു. അതിന്റെ തല മാറ്റാനും പറയുന്നു. പിന്നെ ഈ അതിലുള്ള മധുരം, ഇത് തൊലി സ്കിന്ന് കടിക്കുമ്പോ ഒരു ചെറിയൊരു മധുരം വരാൻ വേണ്ടിട്ട് ഇതൊരു ശർക്കര. നിർബന്ധമില്ല, മധുരം കുറച്ച് കഴിക്കുന്നവരാണെങ്കിൽ വേണ്ട. ഓക്കെ, ടേസ്റ്റ് വേണ്ടിട്ട്.